എനിക്ക് ഒരുപാട് കാലത്തെ ഒരു ആഗ്രഹമായിരുന്നു. പിന്നെ മയ്യത്ത് പരിപാലനം പഠിക്കണം, മയ്യത്ത് കുളിപ്പിക്കൽ അതിൽ പങ്കെടുക്കണം. അതിൻ്റെ ഒരു പിന്നെ പ്രതിഫലമൊക്കെ അറിഞ്ഞതിന് ശേഷം അത് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ നമ്മുടെ അടുത്തൊക്കെ പിന്നെ മയ്യത്ത് കുളിപ്പിക്കാനും കഫൻ ചെയ്യാനൊക്കെ പുറത്തുനിന്ന് ആളെ വിളിക്കുക അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ എന്തുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ആളുകൾ നമ്മുടെ വീട്ടുകാരൊക്കെ മരിക്കുമ്പോൾ അത് മറ്റൊരാളെ ഹെൽപ്പ് ചെയ്യാൻ്റെ ഒരു ഗതികേട് ആക്കുമ്പോൾ നമുക്ക് എന്തായാലും നമ്മൾക്ക് ജീവിച്ചിരിക്കുമ്പോൾ ആർക്കും അത് ഇഷ്ടപ്പെടില്ലല്ലോ, നമ്മൾ ഒരാൾ കുളിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അത് പഠിക്കണം എന്നുള്ളത്. അപ്പോൾ നമ്മുടെ അടുത്ത് പിന്നെ ഈ ഓൺലൈൻ യൂട്യൂബൊക്കെ നോക്കുമ്പോൾ ഒരുപാട് ഇതുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും എനിക്ക് അത്ര സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. അങ്ങനെയൊക്കെയാണ് ഞാനിത് അറിഞ്ഞത്. നമ്മുടെ നവാസിനിൽ സിദ്റ എന്ന് പറഞ്ഞൊരു കോഴ്സ് മയ്യത്ത് പരിപാലനം പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. കാരണം മയ്യത്ത് കുളിപ്പിക്കുക, കഫൻ ചെയ്യുക, അതൊക്കെ എങ്ങനെ ഓൺലൈൻ പഠിപ്പിക്കുക, സൂമിൽ ഇപ്പോൾ എത്രത്തോളം പ്രാക്ടിക്കലാവുന്നൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. കയറി കഴിഞ്ഞാൽ അവിടെ നമ്മളെ ഫോളോ ചെയ്യാനൊരു മെൻറ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഒരു സംസാരം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നമുക്ക് കുറേ മീറ്റിംഗ് തന്നു. പിന്നെ നമ്മുടെ ആ ക്ലാസ്സിലേക്ക് അവർ അങ്ങനെ എത്തിച്ചു. അപ്പോൾ നമ്മുടെ ആ ക്ലാസ്സിൽ തുടങ്ങുന്നത് പിന്നെ രോഗി സന്ദർശനം വെച്ചിട്ടാണ് തുടങ്ങുന്നത്. രോഗി സന്ദർശനം, അതിൻ്റെ പ്രാധാന്യം, അവിടെ നമ്മൾ പാലിക്കേണ്ട മര്യാദകൾ, അതിൻ്റെ സുന്നത്തുകൾ, പ്രാർത്ഥനകൾ, ഇതൊക്കെ പഠിച്ചു. പിന്നെ അതിനുശേഷം നമ്മൾ രോഗിയായി കിടക്കുന്ന ഒരാൾ, മരണം കാത്ത് കിടക്കുന്ന ഒരാൾ, അങ്ങനെ അവരെടുത്ത് നമ്മൾ എന്തൊക്കെ ചെയ്തു കൊടുക്കണം, അങ്ങനെ പെട്ടെന്ന് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ചെയ്തു കൊടുക്കേണ്ടത്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഉസ്താദിൻ്റെ ക്ലാസ്സിൽ നിന്ന് പഠിക്കാൻ പറ്റി. അത് കഴിഞ്ഞ് പിന്നെ മയ്യത്ത് കുളിപ്പിക്കലിൻ്റെ തിയറിയും പിന്നെ പ്രാക്ടിക്കലും ഉസ്താദ് പിന്നെ ഒരു ഡമ്മി വെച്ചിട്ട് ചെയ്ത് കാണിച്ചു തന്നു. പിന്നെ ഇതിലെനിക്ക് ഒരുപാട് കിട്ടിയത് നമ്മുടെ ഈ പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടത്, പിന്നെ ഒരുപാട് ദിവസം പിന്നെ വെള്ളത്തിലൊക്കെ പോയി കിടന്ന ഒരു മയ്യത്തിനെ കിട്ടുകയാണെങ്കിൽ അവരെ എങ്ങനെ പരിപാലിക്കണം, പിന്നെ കുളിപ്പിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ ഒരു മയ്യത്ത് വരികയാണെങ്കിൽ അവരെ തൈമം ചെയ്യേണ്ടത് എങ്ങനെയാണ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഉസ്താദിൻ്റെ ക്ലാസ്സിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റി. പിന്നെ അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, നമ്മൾ മെൻറ്റേഴ്സിൻ്റെ ഒരു പോസിറ്റീവ് സൈക്കോളജി ക്ലാസ്സുകളുണ്ട്. എന്നെപ്പോലുള്ള ഒരുപാട് വീട്ടമ്മമാരാണ് ഇതിൽ ക്ലാസ്സിൽ സ്റ്റുഡൻസായി വരുന്നത്. അപ്പോൾ അവർക്കൊക്കെ ഇങ്ങനെ നെഗറ്റീവ് തോട്ട്സ് എങ്ങനെ മാറ്റിയിട്ടത് പോസിറ്റീവ് ആക്കാം, പിന്നെ പോസിറ്റീവ് അഫർമേഷൻസ്, അതുപോലെ ഹന്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ നമ്മൾ ആദ്യമായിട്ടാണ് അത് കേൾക്കുന്നതും ചെയ്യുന്നതും. അപ്പോൾ അതിൽ നിന്നൊക്കെ ഭയങ്കരമായിട്ട് നമുക്ക് പോസിറ്റീവ് എനർജി കിട്ടാനും പിന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ പിന്നെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ആണെങ്കിലും അത് ഏറ്റവും ഭംഗിയായിട്ട് കൊണ്ടുപോകാനും നമ്മൾ മനസ്സിനെ പോസിറ്റീവായിട്ട് നിർത്താനൊക്കെ കഴിഞ്ഞു. ആദ്യമൊക്കെ പിന്നെ മയ്യത്തിനെ കാണുമ്പോൾ നമുക്ക് പേടിയായിരുന്നു. എങ്ങനെ ഒരു മയ്യത്തിനെ തൊടുന്നതൊക്കെ ആലോചിക്കുമ്പോൾ പേടിയായിരുന്നു. ആ പേടിയൊക്കെ നമുക്ക് മാറാനും ഒരുപാട് ഹെൽപ്പ് ചെയ്ത് ക്ലാസ്സിൽ. ഏറ്റവും നല്ലൊരു ക്ലാസ് തന്നെയായിരുന്നു.